വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ് 2.0. ഇന്ന് നമ്മൾ മലയാളത്തിലെ ഒരു ക്ലാസ് ആണ് നോക്കുന്നത്. മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മിന്നാമിനുങ്ങ് എന്ന പദത്തിന്റെ പര്യായം താഴെ പറയുന്നവയിൽ ഏതാണ്? മിന്നാമിനുങ്ങ് എന്ന പദത്തിന്റെ പര്യായം താഴെ പറയുന്നവയിൽ ഏതാണ്? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒന്നിൽ കൂടുതൽ ആൻസർ ഇതിൽ വരുന്നുണ്ട്. മിന്നാമിനുങ്ങിന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഇതൊക്കെയാണ്: പ്രകാശകൻ, പ്രകാശിതം, തൈജസ കീടം, ഖദ്യോതം. പ്രകാശകൻ, പ്രകാശിതം, തൈജസ കീടം, ഖദ്യോതം. ഇതിൽ മിന്നാമിനുങ്ങ് എന്ന അർത്ഥം വരുന്ന പദങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. ഉത്തരം നോക്കാം. ഉത്തരം എന്ന് പറയുന്നത് തൈജസ കീടം. ഒന്ന് തൈജസ കീടം മിന്നാമിനുങ്ങിന്റെ പര്യായ പദമാണ് തൈജസ കീടം. മറ്റൊരു പര്യായ പദമാണ് ഖദ്യോതം. അപ്പൊ ഇതിൽ ഉത്തരം വരുന്നത് തൈജസ കീടം, ഖദ്യോതം എന്നീ രണ്ട് പദങ്ങൾ മിന്നാമിനുങ്ങിന്റെ പര്യായ പദങ്ങളാണ്. ഇത് കൂടാതെ നമുക്ക് മിന്നാമിനുങ്ങിന്റെ ഒന്ന് രണ്ട് പര്യായ പദങ്ങളുടെ നോക്കാം. അതിൽ മറ്റൊന്നാണ് ഇന്ദുഗോപം. ഇന്ദുഗോപം എന്നാൽ എന്താണ്? മിന്നാമിനുങ്ങാണ്. ഇന്ദുഗോപം മിന്നാമിനുങ്ങാണ്. മറ്റൊരു പര്യായ പദമാണ് നിശാമണി. നിശാമണി, ഇന്ദുഗോപം, നിശാമണി. അതുകൂടാതെ വേറൊരു പര്യായ പദമാണ് ദ്വന്ദ്മണി. ദ്വന്ദ്മണി, ദ്വന്ദ്മണി. അപ്പൊ മിന്നാമിനുങ്ങ് എന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ് പറഞ്ഞത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ രണ്ടെണ്ണം കിട്ടി: തൈജസ കീടം, മറ്റൊന്ന് ഖദ്യോതം. അത് കൂടാതെ ഇന്ദുഗോപം, നിശാമണി, ദ്വന്ദ്മണി എന്നീ മൂന്ന് പര്യായ പദങ്ങൾ കൂടി ഏതിനുണ്ട്? മിന്നാമിനുങ്ങ് എന്ന പദത്തിന് ഉണ്ട്. അപ്പൊ അതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം: ഫടൻ എന്ന വാക്കിന്റെ അർത്ഥം താഴെ പറയുന്നവയിൽ ഏതാണ്? ഫടൻ എന്ന വാക്കിന്റെ അർത്ഥം താഴെ പറയുന്നവയിൽ ഏതാണ്? അതിൽ ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഇത് വഞ്ചകൻ, പോരാളി, യോദ്ധാവ്. വഞ്ചകൻ, പോരാളി, യോദ്ധാവ്. ഇതിൽ ഉത്തരം വരുന്നത് ഏതാണ്? വഞ്ചകനാണ്. ഫടൻ എന്നാൽ അർത്ഥം വഞ്ചകൻ. ഫടൻ എന്ന വാക്കിന്റെ അർത്ഥം വഞ്ചകൻ എന്നാണ്. അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം. ഇതൊരു പരിഭാഷയാണ്. ഫാഷൻ മോങ്കർ എന്ന പദത്തിന്റെ പരിഭാഷ എന്താണ്? ഫാഷൻ മോങ്കർ എന്ന പദത്തിന്റെ പരിഭാഷ എന്താണ്? ഉത്തരം നോക്കാം. ഉത്തരം വരുന്നത് അഴകിയ രാവണൻ. ഫാഷൻ മോങ്കർ എന്നാൽ അഴകിയ രാവണൻ. ഫാഷൻ മോങ്കർ, അഴകിയ രാവണൻ. ഇപ്പൊ കുറച്ച് പരിഭാഷ എഴുതിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. അടുത്ത് പറഞ്ഞത് ടു ഗോ ഓൺ എന്നതിന്റെ പരിഭാഷ എന്താണ്? ടു ഗോ ഓൺ എന്നതിന്റെ പരിഭാഷ തുടരുക എന്നാണ്. തുടരുക. ടു ഗോ ഓൺ, തുടരുക. അടുത്ത രണ്ടാമത് എഴുതിയിരിക്കുന്നത് സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ്. സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ്. അതിന്റെ തത്തുല്യമായ മലയാള പരിഭാഷ എന്താണ്? സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ്. തനിക്ക് താനും പുരയ്ക്ക് തൂണും. തനിക്ക് താനും പുരയ്ക്ക് തൂണും എന്നതാണ് സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പിന്റെ മലയാള പരിഭാഷ വരുന്നത്. അടുത്തത് ടു മെനി കുക്സ് സ്പോയിൽ ദി ബ്രോത്ത്. ടു മെനി കുക്സ് സ്പോയിൽ ദി ബ്രോത്ത് എന്നതിന്റെ മലയാള പരിഭാഷ എങ്ങനെയാണ് വരുന്നത്? ആളേറിയാൽ പാമ്പ് ചാകില്ല. ആളേറിയാൽ പാമ്പ് ചാകില്ല. ടു മെനി കുക്സ് സ്പോയിൽ ദി ബ്രോത്ത്. നാലാമത്തേത് വൈൽഡ് ഗൂസ് ചേസ്. വൈൽഡ് ഗൂസ് ചേസ് എന്നതിന്റെ മലയാള പരിഭാഷ നിഷ്ഫല പ്രയത്നം. നിഷ്ഫല പ്രയത്നം. അടുത്ത ചോദ്യം പിരിച്ചെഴുതാനാണ്. പിൽക്കാലം, കണ്ണീർ എന്നീ രണ്ട് പദങ്ങൾ പിരിച്ചെഴുതാനാണ് തന്നിരിക്കുന്നത്. പിൽക്കാലം, കണ്ണീർ. എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത് നോക്കാം. പിൽക്കാലം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ വരേണ്ടത് പിൻ പ്ലസ് കാലം. പിൻ പ്ലസ് കാലം എന്നാണ് പിൽക്കാലം എന്ന പദം പിരിച്ചെഴുതേണ്ടത്. ഏത് സന്ധിയാണ്? ആദേശസന്ധി. പിൽക്കാലം പിരിച്ചെഴുതിയപ്പോൾ പിൻ പ്ലസ് കാലം, സന്ധി ചോദിച്ചാൽ ആദേശം. എന്താണ് ആദേശസന്ധി? രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നു ചേരും. ഇവിടെ എന്താണ്? ഇവിടെ നോക്കുമ്പോൾ പിൻ, ഇൻ എന്ന് പറയുന്ന അക്ഷരം പോയിട്ട് ഇൽ എന്ന അക്ഷരം വന്നു. ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നു ചേർന്നു. അപ്പൊ പിൻ പ്ലസ് കാലം ചേർത്ത് എഴുതുമ്പോൾ പിൽക്കാലം. ഇതിന് മറ്റൊരു ഉദാഹരണമാണ് പൊൻ പ്ലസ് കുടം. പൊൻ പ്ലസ് കുടം ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത്? പൊൽക്കുടം എന്നാണ്. പൊൻ പ്ലസ് കുടം ചേർത്തെഴുതുമ്പോൾ പൊൽക്കുടം. വേറൊരു ഉദാഹരണം തിരുമുൻ പ്ലസ് കാഴ്ച. തിരുമുൻ പ്ലസ് കാഴ്ച. ഈ പദം ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത്? തിരുമുൽ കാഴ്ച എന്നാണ് വരേണ്ടത്. തിരുമുൽ കാഴ്ച. തിരുമുൽ കാഴ്ച. ഇവിടെ എല്ലാം ഇൻ പോയിട്ട് എന്ത് വരുന്നുണ്ട്? ഇല്ല് വരുന്നുണ്ട്. ഇൻ പോയി ഇൽ വന്നു. ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നു. ആദേശസന്ധി. അപ്പൊ ആദ്യത്തെ എന്താണ് ചോദ്യം തന്നത്? പിരിച്ചെഴുതാനായിരുന്നു. പിൽക്കാലം എന്ന പദം പിരിച്ചെഴുതേണ്ടത് പിൻ പ്ലസ് കാലം.
കണ്ണീർ എന്ന പദം, അടുത്തത് കണ്ണീർ എന്ന പദം പിരിച്ചെഴുതേണ്ടത് എങ്ങനെയാണ്? എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്ങനെയാണ്? കൺ പ്ലസ് നീർ. കൺ പ്ലസ് നീറാണ് കണ്ണീർ എന്ന പദം പിരിച്ചെഴുതേണ്ടത്. അതും ഏത് സന്ധി തന്നെയാണ്? ആദേശ സന്ധി തന്നെയാണ്. ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നു ചേരുന്നു. ഏത് പോയി ഏത് വന്നു? നാ പോയിട്ട് ഒരു നാ വന്നു ചേർന്നു. കണ്ണീർ എന്ന പദം പിരിച്ചെഴുതേണ്ടത് കൺ പ്ലസ് നീർ എന്നാണ്. സന്ധി ചോദിച്ചാൽ ഏത് സന്ധിയാണ്? ആദേശ സന്ധി. ഇനി നമ്മൾ എന്താണ് ഒരു 5 വാക്ക് എഴുതിയിട്ടുണ്ട്. ഇത് പിരിച്ചെഴുതി ഏത് സന്ധിയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം പിരിച്ചെഴുതി നോക്കണം, എന്നിട്ട് അത് ഏത് സന്ധിയാണെന്നും കണ്ടുപിടിക്കണം. ആദ്യത്തെ വാക്ക് വരികടോ. വരികടോ എന്ന പദം എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത്? അത് ഏത് സന്ധിയിലാണ് വരുന്നതെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ വരികടോ നോക്കാം. വരികടോ എന്ന വാക്ക് പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും? വരിക പ്ലസ് എടോ. വരിക പ്ലസ് എടോ ആണ് എന്തായിട്ട് മാറിയത്? വരികടോ ആയിട്ട് മാറിയത് അല്ലേ? ഇത് ഏത് സന്ധിയാണ്? നോക്കാം. 2 വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം കുറഞ്ഞു പോകുന്നത് ഏത് സന്ധിയാണ്? ലോപസന്ധിയാണ്. 2 വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം കുറഞ്ഞു പോകുന്നത് ലോപസന്ധി. ഇവിടെ 2 വർണ്ണം എന്ന് ഉദ്ദേശിച്ചത് ക എന്ന് പറയുന്ന അക്ഷരത്തിലെ സ്വരമായ ആ, അടുത്ത വർണ്ണം എ. ഈ 2 സ്വരങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്നാൽ ഇപ്പുറത്ത് വന്നപ്പോൾ വരികടോ ഇവിടെ എ എന്ന് പറയുന്ന സ്വരം മാത്രമേ ഉള്ളൂ. ഈ ആ എന്ന് പറയുന്ന സ്വരം എന്ത് ചെയ്തു? ലോപിച്ചു പോയി. അപ്പോൾ ഇത് ഏത് സന്ധിയാണ്? ലോപസന്ധി. 2 വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം കുറഞ്ഞു പോകുന്നതാണ് ലോപസന്ധി. ഇവിടെ ചേർന്ന 2 വർണ്ണങ്ങൾ എന്ന് പറയുന്നത് ആയും എയും ആണ്. അതിൽ ആ എന്ന സ്വരം ലോപിച്ചു പോയി, ഇവിടെ എ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ലോപസന്ധി. അടുത്ത നോക്കാം. പനയോല. പനയോല എന്ന പദം പിരിച്ചെഴുതേണ്ടത് എങ്ങനെയാണ്? പന പ്ലസ് ഓല. പന പ്ലസ് ഓല, പനയോല. അത് ഏത് സന്ധിയാണ് വരുന്നത്? നമുക്കറിയാം 2 വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം ആഗമിക്കുന്നത് വന്നു ചേരുന്നത് ഏതാണ്? ആഗമസന്ധി. ഇപ്പൊ ഇവിടെ 2 സ്വരങ്ങളാണ് ചേരുന്നത്. ഇത് എന്താണ്? ആ എന്ന് പറയുന്ന സ്വരമാണ് ഇവിടെ വരുന്നത്. ന് പ്ലസ് ആയാണ് നാ ആയിട്ട് മാറുന്നതെന്നറിയാം. അപ്പൊ ആയും ഓയും 2 സ്വരങ്ങൾ ചേർന്നപ്പോൾ ഇവിടെ എന്താഗമിച്ചു? യാ എന്ന് പറയുന്ന അക്ഷരം ആഗമിച്ചു. അപ്പൊ ഇത് ഏത് സന്ധിയാണ്? ആഗമസന്ധി. പനയോല ആഗമസന്ധി. അടുത്ത നോക്കാം. ചന്തം ചേർന്ന. ചന്തം ചേർന്ന എന്ന പദം എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത്? ഏത് സന്ധിയാണ്? ഇത് പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ചന്തം ചേർന്ന. ചന്തം പ്ലസ് ചേർന്ന. ചന്തം പ്ലസ് ചേർന്ന, ചന്തം ചേർന്ന. ഇത് ഏത് സന്ധിയാണ് ഉൾപ്പെടുന്നത്? ആദേശ സന്ധിയാണ്. ആദേശം. എങ്ങനെയാണ് ആദേശമായത്? ആദേശ സന്ധി. ചന്തം പ്ലസ് ചേർന്ന, ചന്തം ചേർന്ന. അതിനു മുമ്പ് നമുക്കിവിടെ എന്താണ്? ഇഞ്ച. ചന്തം ചേർന്ന ഇഞ്ച. ഈ ഇഞ്ച എന്ന് പറയുന്ന അക്ഷരം ഉണ്ടായിരിക്കുന്നത് ഞ പ്ലസ് ച, അതായത് ന് പ്ലസ് ചായാണ് ഇഞ്ച. ന് പ്ലസ് ച ഇഞ്ച. അപ്പൊ ഇവിടെ വരുന്ന നിയമം എന്ന് പറയുന്നത് ചന്തം അംശിന്നം, അതായത് അനുസ്വാരം. അനുസ്വാരത്തിന് ശേഷം വരുന്നത് ഒരു വ്യഞ്ജനാക്ഷരമാണെങ്കിൽ, ച എന്ന് പറയുന്നത് വ്യഞ്ജനാക്ഷരമല്ലേ? അനുസ്വാരത്തിന് ശേഷം വരുന്നത് ഒരു വ്യഞ്ജനാക്ഷരമാണെങ്കിൽ ആ വ്യഞ്ജനത്തിന്റെ 5ാമത്തെ അക്ഷരം ആദേശം ചെയ്യും. ഈ ച എന്ന് പറയുന്ന വ്യഞ്ജനാക്ഷരത്തിന്റെ 5ാമത്തെ അക്ഷരം ഏതാണ്? ഞായാണല്ലേ? അനുനാസിക അക്ഷരമാണ് ഇവിടെ ഉദ്ദേശിച്ചത്, ഞാ. അപ്പൊ ആ ഞായാണ് ഇവിടെ എന്ത് ചെയ്തത്? ആദേശം ചെയ്തത്. അങ്ങനെയാണിത് എന്ത് സന്ധിയായിട്ട് മാറിയത്? ആദേശ സന്ധിയായി മാറിയത്. വേറെ ഒന്നുമില്ല. അനുസ്വാരത്തിന് ശേഷം വ്യഞ്ജനാക്ഷരം വരികയാണെങ്കിൽ ആ വ്യഞ്ജനാക്ഷരത്തിന്റെ 5ാമത്തെ അക്ഷരം ആദേശം ചെയ്യും. ഇവിടെ ചായാണ് വ്യഞ്ജനാക്ഷരമായിട്ട് വന്നത്. ചായയുടെ 5ാമത്തെ അക്ഷരമായ ഞാ എന്ത് ചെയ്തു? ഇവിടെ ആദേശം വന്ന് ഞായും ചായും ചേർന്ന് ഇഞ്ചിയായിട്ട് മാറി. അപ്പൊ അതാണ് ഏത്? ചന്തം ചേർന്ന എന്ന് പറയുന്നത് ആദേശ സന്ധിയാണ്. അടുത്ത് നോക്കാം. അടുത്തത് ഏതാണ്? കരിമ്പുലി. കരിമ്പുലി എന്ന പദം എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത്? ഏത് സന്ധിയാണ്? കരിമ്പുലി പിരിച്ചെഴുതുമ്പോൾ വരുന്നത് എങ്ങനെയാണ്? കരി പ്ലസ് പുലി. കരിമ്പുലി എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കരി പ്ലസ് പുലിയാണ്. ഇത് ഏത് സന്ധിയാണ്? കരി പ്ലസ് പുലി. ഇവിടെ എന്ത് മാറ്റമാണ് ഉണ്ടായത് നോക്കിയാൽ മതി. ഇവിടെ വരുമ്പോൾ കരി അതേപോലെ ഉണ്ട്. പുലി. പുലി എന്ന് പറയുന്നതിൽ ഇമ്പ. അതിനു മുമ്പ് ഇമ്പ എന്ന് പറയുന്ന അക്ഷരം ഏതൊക്കെ ചേർന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നത് നോക്കണം. മ പ്ലസ് പായാണ് ഇമ്പ. മ പ്ലസ് പായാണ് ഇമ്പ എന്ന് പറയുന്നത്. അപ്പൊ പുലി എന്ന് പറയുന്നത് ഈ പാ അക്ഷരം ഇവിടെ തന്നെ ഉണ്ട്. ഒരു അക്ഷരം ഇവിടെ വന്നു ചേർന്നു, എക്സ്ട്രാ വന്നു ചേർന്നു. ഏതാണ്? മകാരം, മാ. അപ്പോൾ 2 വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം വന്നു ചേരുന്നത് ഏതായിരിക്കും? ആഗമസന്ധി. അപ്പൊ ഇവിടെ മാ വന്നു ചേർന്നത് കൊണ്ട് ഇത് ഏത് സന്ധിയാണ്? കരിമ്പുലി ആഗമസന്ധിയാണ്. ആഗമം. കാരണം ഇവിടെ നിന്ന് വേറെ ഒന്നും പോയില്ല. നമ്മൾ മുമ്പേ പറഞ്ഞ ചന്തം ചേർന്ന എന്ന് പറയുന്നതിൽ ആംചിഹ്നം, അതായത് അനുസ്വാരം പോയിട്ടാണ് അവിടെ ഞാ എന്ന് പറയുന്ന അക്ഷരം വന്നു ചേർന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞ ആഗമസന്ധിയിൽ കരി പ്ലസ് പുലി, ഇവിടെ വേറെ ഒന്നും പോയിട്ടില്ല, മാ അധികമായിട്ട് വന്നു ചേർന്നു. അതുകൊണ്ട് ഏത് സന്ധി? ആഗമസന്ധി. അവസാനം തലയ്ക്കൽ. തലയ്ക്കൽ എന്ന പദം എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത്?
തല പ്ലസ് കൽ. അത് ഇക്ക തന്നെയാണ് എഴുതേണ്ടത്. തലക്കൽ, തല പ്ലസ് കൽ. അപ്പോൾ ഇത് ഏത് സന്ധിയാണ്? രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണ എന്ത് ചെയ്തു? വന്നു ചേർന്നു. ഏത് സന്ധിയാണ്? ആഗമം. തലക്കൽ എന്ന് പറയുന്നത് ആഗമസന്ധിയാണ്. എന്താണ്? സന്ധിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് പറഞ്ഞത്. അടുത്ത അഞ്ചാമത്തെ ചോദ്യം പദശുദ്ധി ചോദ്യമാണ്. രണ്ട് വാക്കുകൾ എഴുതിയിട്ടുണ്ട്. ഇത് തെറ്റാണോ ശരിയാണോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വാക്കുകൾ ഇതൊക്കെയാണ്: രക്ഷകർത്താവ്, രണ്ട് ഹാർദവം. ഒന്ന് രക്ഷകർത്താവ്, രണ്ട് ഹാർദവം. ഈ രണ്ട് പദങ്ങൾ ശരിയാണോ തെറ്റാണോ? നമുക്കറിയാം ഈ രണ്ട് പദങ്ങളും എന്താണ്? തെറ്റാണ്. രക്ഷകർത്താവ് എന്നല്ല പറയേണ്ടത്. എങ്ങനെയാണ്? രക്ഷാകർത്താവ്. രക്ഷാകർത്താവ്. രക്ഷകർത്താവല്ല, രക്ഷാകർത്താവാണ് ശരിയായിട്ടുള്ള വാക്ക്. അടുത്ത ഹാർദവം. അതും തെറ്റായിട്ടുള്ള വാക്കാണ്. ഹാർദവം. ഹാർദവമായി സ്വാഗതം ചെയ്തു. തെറ്റ്. ഹാർദമായി സ്വാഗതം ചെയ്തു. ഹാർദമാണ് ശരിയായിട്ടുള്ള വാക്ക്. അപ്പം കുറച്ച് എന്താണ് പദശുദ്ധി ക്വസ്റ്റ്യൻസ് ആണ് എഴുതിയിട്ടിരിക്കുന്നത്. നമുക്ക് ഇതിൽ ഏതാണ് ശരിയെന്ന് കണ്ടുപിടിക്കാം. ആദ്യം തന്നിരിക്കുന്നത് മനസ്സിലാക്കുക. മനസ്സിലാക്കുക രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട്. മനസ്സിലാക്കുക രണ്ടെണ്ണം ഉണ്ട്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? മനസ്സിലാക്കുക. ഉത്തരം ഏതാണ്? രണ്ടാമത് എഴുതിയിരിക്കുന്നതാണ്. 2 സ വരണം. മനസ്സിലാക്കുക രണ്ടാമത്തതാണ് ശരി. 2 സ വേണം. മനസ്സിലാക്കുക. അടുത്തത് മനഃപൂർവം. മനഃപൂർവം അതും രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരിയായിട്ട് വരുന്നത്? മനഃപൂർവം. ഉത്തരം എന്താണ്? വിസർഗമുള്ളതാണ് ശരിയായിട്ടുള്ളത്. മനഃപൂർവം. അടുത്തത് ഏതാണ്? മാന്ദ്യതയാണോ ശരി, മാന്ദ്യമാണോ ശരി? മാന്ദ്യത, മാന്ദ്യം. ഇതിൽ ഏതാണ് ശരിയായിട്ട് വരുന്നത്? ശരിയായ പ്രയോഗം? ഉത്തരം മാന്ദ്യമാണ്. മാന്ദ്യം. മാന്ദ്യത എന്ന് പറയുന്നത് തെറ്റാണ്. ഇവിടെ ഈ ചിഹ്നം വരുമ്പോൾ എന്ത്? താ വേണ്ട. മാന്ദ്യത തെറ്റാണ്. എന്നാൽ മാന്ദ്യം, മറ്റൊരു വാക്ക് മന്ദത, അത് ശരിയാണ്. മന്ദത അതെന്താണ്? ശരിയാണ്. ഇതേപോലെ ചോദിച്ച PSC ചോദിച്ച വേറൊരു ചോദ്യമാണ് സാമ്യത. സാമ്യത എന്ന വാക്ക് എന്താണ്? തെറ്റാണ്. എങ്ങനെയാണ് അതിനെ ശരിയാക്കേണ്ടത്? സാമ്യം. സാമ്യം അല്ലെങ്കിൽ എങ്ങനെ പറയാം? സമത അല്ലെങ്കിൽ സമത്വം. ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. എന്നാൽ സാമ്യത എന്ന് പറയുന്ന വാക്ക് തെറ്റാണ്. അടുത്ത വാക്ക് ലുബ്ധനാണ്. അത് രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരിയായിട്ട് വരുന്നത്? ലുബ്ധൻ. ഉത്തരം ഏതാണ്? ആദ്യം എഴുതിയിരിക്കുന്നതാണ് ശരി. നാ തിരിച്ചിടുന്നതായാണ് വരേണ്ടത്. ലുബ്ധൻ. നാ തിരിച്ചിടുന്നതായാണ് ലുബ്ധൻ എന്ന വാക്ക് എഴുതേണ്ടപ്പോൾ എന്താണ് എഴുതേണ്ടത്? അടുത്തത് ഏതാണ്? വൈയാകരണൻ. വ്യാകരണം അറിയാവുന്നവൻ ഒറ്റപ്പദം എന്താണ്? വൈയാകരണനാണ്. ഇതിൽ ഏതാണ് വൈയാകരണൻ എന്ന വാക്ക് ശരിയായിട്ട് എഴുതിയിരിക്കുന്നത്? അത് ഒന്നാമത്തേതാണ്. വൈയാകരണൻ. ഇവിടെ ഐ ചിഹ്നം വന്നതുകൊണ്ട് യാക്ക് എന്ത് വേണ്ട? ഇരട്ടിപ്പ് വേണ്ട. അടുത്ത സാഷ്ടാംഗം. സാഷ്ടാംഗം പ്രണമിച്ചു എന്നൊക്കെ നമ്മൾ എന്താണ് കേൾക്കാറുണ്ടല്ലേ? സാഷ്ടാംഗം 8 അംഗത്തോടു കൂടി സാഷ്ടാംഗം. ഇതിൽ ഏതാണ് ശരി? സാഷ്ടാംഗം. അത് രണ്ടാമത് എഴുതിയിരിക്കുന്നത് എസ് ഡാ വരുന്നതാണ് ശരി. സാഷ്ടാംഗം. അവസാനം തന്നിരിക്കുന്ന വാക്ക് സ്വയരക്ഷ, സ്വയം രക്ഷ. ഇതിൽ ഏതാണ് ശരിയായിട്ട് വരുന്നത്? സ്വയരക്ഷ, സ്വയം രക്ഷ. ഇതിൽ ശരിയായിട്ട് വരുന്ന വാക്ക് സ്വയം രക്ഷയാണ്. സ്വയം രക്ഷ ഇതാണ് ശരിയായിട്ടുള്ള വാക്ക്. സ്വയരക്ഷ എന്ന് പറയുന്നത് തെറ്റാണ്. എന്നാൽ സ്വരക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയാണ്. സ്വരക്ഷ എന്ന് പറയുന്ന വാക്കും ശരിയാണ്. ഇപ്പം എന്താണ്? അഞ്ചാമതായിട്ട് ഒരു പദശുദ്ധി ചോദ്യമാണ് നോക്കിയത്. ആറാമത്തെ ചോദ്യം ഇതാണ്. ഒരു ശൈലിയാണ് തന്നിരിക്കുന്നത്. അകത്ത് കത്തിയും പുറത്തു പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അകത്ത് കത്തിയും പുറത്തു പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും. ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും എന്നതാണ് ഈ പറഞ്ഞ ശൈലിയുടെ അർത്ഥം. ഉള്ളിലൊന്ന് വിചാരിച്ചുകൊണ്ട് പുറമേ മറ്റൊന്ന് നടിക്കുക. അതാണ് അകത്ത് കത്തിയും പുറത്ത് പത്തിയും. ഇപ്പൊ കുറച്ച് ശൈലി എഴുതിയിട്ടുണ്ട്. നമുക്കത് നോക്കാം. ആദ്യത്തേത് ഓതിരം വെട്ടുക. ഓതിരം വെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കളരിയുമായി ബന്ധപ്പെട്ട ഒരു ശൈലിയാണിത്. വരുന്ന ഒരു വാക്കാണ് ഓതിരം വെട്ടുക. മർമ്മത്തിൽ തന്നെ വെട്ടുക. ഓതിരം വെട്ടുക എന്നാൽ മർമ്മത്തിൽ തന്നെ വെട്ടുക. അടുത്തത് കർണശൂലം. കർണശൂലം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കേൾക്കാൻ രസമില്ലാത്തത്. കർണശൂലം എന്നാൽ കേൾക്കാൻ രസമില്ലാത്തത്. മുയൽക്കൊമ്പ്. മുയൽക്കൊമ്പ് നമുക്കറിയാം എന്താണ്? മുയലിന് എന്തില്ല? കൊമ്പില്ല. അപ്പൊ എന്താണ്? അസാധ്യമായ കാര്യം. അസാധ്യമായ കാര്യമാണ് മുയൽക്കൊമ്പ് എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. അസാധ്യമായ കാര്യം. അടുത്ത വനരോധനം. വനരോധനം എന്നാൽ എന്താണ്? ആരും കേൾക്കാത്ത കരച്ചിൽ. വനരോധനം ആരും കേൾക്കാത്ത കരച്ചിൽ. മറ്റൊന്ന് ശിങ്കിടി പാടുക. ശിങ്കിടി പാടുക എന്നാൽ എന്താണ്? ഏറ്റുപാടുക. കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ശൈലിയാണിത്, പ്രയോഗമാണ്. ശിങ്കിടി പാടുക, ഏറ്റുപാടുക എന്നാണ് അർത്ഥം. അടുത്തത് ഏതാണ്? ഏടുകെട്ടുക. ഏടുകെട്ടുക എന്നാൽ പഠിത്തം അവസാനിപ്പിക്കുക.
ഏടുകെട്ടുക, പഠിത്തം അവസാനിപ്പിക്കുക. അടുത്തത് ഏരകപ്പുല്ല് നടുക. ഏരകപ്പുല്ല് നടുക. എന്താണ് ഏരകപ്പുല്ല് നടുക? കലഹമുണ്ടാക്കുക. ഏരകപ്പുല്ല് നടുക എന്ന് പറഞ്ഞാൽ കലഹമുണ്ടാക്കുക. അടുത്ത് നമ്മൾ സാധാരണ എല്ലാം എന്താണ് കേൾക്കാറുള്ളതാണ് അടുത്ത് എഴുതിയിരിക്കുന്നത്. ധനാശി പാടുക. അതും എന്താണ് കഥകളിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രയോഗമാണ്. ധനാശി പാടുക, അവസാനിപ്പിക്കുക. ധനാശി പാടുക എന്നാൽ അവസാനിപ്പിക്കുക. ശ്ലോകത്തിൽ കഴിക്കുക. ശ്ലോകത്തിൽ കഴിക്കുക അതെന്താണ്? ചുരുക്കി പറയുക. ശ്ലോകത്തിൽ കഴിക്കുക, ചുരുക്കി പറയുക. ഇലയിട്ട് ചവിട്ടുക. ഇലയിട്ട് ചവിട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക. ഇലയിട്ട് ചവിട്ടുക, അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക. അവസാനം എഴുതിയിരിക്കുന്നത് ചെണ്ട കൊട്ടിക്കുക. ചെണ്ട കൊട്ടിക്കുക എന്നാൽ അപമാനിക്കുക അല്ലെങ്കിൽ എന്താണ്? കളിയാക്കുക. ചെണ്ട കൊട്ടിക്കുക, അപമാനിക്കുക അല്ലെങ്കിൽ കളിയാക്കുക. അടുത്ത ഏഴാമത്തെ ചോദ്യം. ചോദ്യം ഇതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ഉയർന്ന തുകയുള്ള പുരസ്കാരം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ഉയർന്ന തുകയുള്ള പുരസ്കാരം ഏതാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. വള്ളത്തോൾ അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ്, സരസ്വതി സമ്മാൻ, ജ്ഞാനപീഠം. വള്ളത്തോൾ അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ്, സരസ്വതി സമ്മാൻ, ജ്ഞാനപീഠം. ഈ 4 എണ്ണത്തിൽ എന്താണ് ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം, ഏറ്റവും ഉയർന്ന തുകയുള്ള സാഹിത്യ പുരസ്കാരം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഏതാണ്? ഉത്തരം സരസ്വതി സമ്മാനാണ്. ഈ തന്നിട്ടുള്ളവയിൽ ഏറ്റവും ഉയർന്ന തുകയുള്ള സാഹിത്യ പുരസ്കാരം എന്ന് പറയുന്നത് സരസ്വതി സമ്മാനാണ്. എത്ര ലക്ഷം രൂപയാണ് സരസ്വതി സമ്മാന്റെ അവാർഡ് തുക? 15 ലക്ഷം. 15 ലക്ഷം രൂപയാണ് സരസ്വതി സമ്മാന്റെ അവാർഡ് തുക എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ളതിന്റെ അവാർഡ് തുക നോക്കാം. ജ്ഞാനപീഠം. ജ്ഞാനപീഠത്തിന്റെ അവാർഡ് തുക എത്രയാണ്? 11 ലക്ഷം. ജ്ഞാനപീഠത്തിന് 11 ലക്ഷം രൂപയാണ് ഉള്ളത്. ഇനി എഴുത്തച്ഛൻ അവാർഡ് അതെത്രയാണ്? 5 ലക്ഷം. എഴുത്തച്ഛൻ അവാർഡ് 5 ലക്ഷം രൂപയാണ്. വള്ളത്തോൾ അവാർഡ് അതെത്രയാണ്? 1,11,111 രൂപ. അപ്പം ഇങ്ങനെയാണ് അവാർഡ് തുക വരുന്നത്. അപ്പോൾ ഈ തന്നിട്ടുള്ളതിൽ ഏറ്റവും ഉയർന്ന അവാർഡ് തുകയുള്ള സാഹിത്യ പുരസ്കാരം ഏതെന്ന് ചോദിച്ചാൽ സരസ്വതി സമ്മാനാണ്. എത്ര രൂപയാണ്? 15 ലക്ഷം രൂപയാണ് അവാർഡ് തുക. അപ്പം ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമ്മൾ നോക്കേണ്ടത് സരസ്വതി സമ്മാൻ. സരസ്വതി സമ്മാൻ നമുക്കറിയാം 1991 സരസ്വതി സമ്മാൻ നൽകി തുടങ്ങുന്നത്. സരസ്വതി സമ്മാൻ നൽകി തുടങ്ങുന്ന വർഷം 1991. ഇനി എത്ര ഭാഷകൾക്കാണ് ഈ സരസ്വതി സമ്മാൻ നൽകുന്നത്? ഷെഡ്യൂൾ 8 പറഞ്ഞിരിക്കുന്ന 22 ഔദ്യോഗിക ഭാഷകൾക്കാണ് എന്ത് സരസ്വതി സമ്മാൻ നൽകുന്നത്. 22 ഔദ്യോഗിക ഭാഷകളിൽ എഴുതപ്പെടുന്ന കൃതികൾക്ക് നൽകുന്ന അവാർഡാണ് സരസ്വതി സമ്മാൻ എന്ന് പറയുന്നത്. അപ്പോൾ 1991 സരസ്വതി സമ്മാൻ എന്ത് ചെയ്തത്? കൊടുത്തു തുടങ്ങിയത്. ഇനി ആരാണ് കൊടുക്കുന്നത്? KK ബിർള ഫൗണ്ടേഷൻ. KK ബിർള ഫൗണ്ടേഷൻ ആണ് സരസ്വതി സമ്മാൻ നൽകുന്നത്. KK ബിർള ഫൗണ്ടേഷൻ. ഇനി നമുക്കിവിടെ പഠിക്കേണ്ടത് സരസ്വതി സമ്മാനം ലഭിച്ച മലയാളികളാണ് നോക്കേണ്ടത്. സരസ്വതി സമ്മാനം ലഭിച്ച മലയാളികൾ എത്ര മലയാളികൾക്കാണ് സരസ്വതി സമ്മാനം നാളിതുവരെ കിട്ടിയിട്ടുള്ളത്? 4 മലയാളികൾക്കാണ് കിട്ടിയിട്ടുള്ളത്. 4 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ ആദ്യം സരസ്വതി സമ്മാനം ആദ്യം ലഭിച്ചത് 1995 ബാലാമണിയമ്മയ്ക്കാണ്. അപ്പോൾ സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ മലയാളി ചോദിച്ചാൽ ആരാണ്? ബാലാമണിയമ്മ. വർഷം 1995. കൃതി ഏതാണ്? നിവേദ്യം. നിവേദ്യം എന്ന കവിതയ്ക്കാണ് എന്ത് കിട്ടിയത്? കവിതാ സമാഹാരത്തിനാണ് സരസ്വതി സമ്മാനം ലഭിക്കുന്നത്. ഇനി സരസ്വതി സമ്മാനം ലഭിച്ച രണ്ടാമത്തെ മലയാളി ആരാണ്? രണ്ടാമത്തെ മലയാളിയാണ് 2005 അയ്യപ്പ പണിക്കർ. ഡോക്ടർ K അയ്യപ്പ പണിക്കർ. സരസ്വതി സമ്മാനം ലഭിച്ച രണ്ടാമത്തെ മലയാളി ഡോക്ടർ K അയ്യപ്പ പണിക്കർ. അയ്യപ്പ പണിക്കരുടെ കൃതിക്ക് പേര് അതുതന്നെയാണ്, അയ്യപ്പ പണിക്കരുടെ കൃതികൾ. അയ്യപ്പ പണിക്കരുടെ കൃതികൾ എന്ന എന്താണ് കവിതാ സമാഹാരത്തിനാണ് 2005 അദ്ദേഹത്തിന് സരസ്വതി സമ്മാനം ലഭിച്ചത്. അടുത്ത മൂന്നാമത് കിട്ടിയ മലയാളി ആരാണ്? സരസ്വതി സമ്മാനം ലഭിച്ച മൂന്നാമത്തെ മലയാളിയാണ് സുഗതകുമാരി. വർഷം 2012. 2012 സരസ്വതി സമ്മാനം ലഭിച്ചത് സുഗതകുമാരി. കൃതി ഏതെന്ന് ചോദിച്ചാൽ മണലെഴുത്ത്. മണലെഴുത്ത്. മണലെഴുത്ത് എന്ന കൃതിക്കാണ് ലഭിച്ചത്. ഇപ്പൊ എത്ര പേരായി? 3 പേരായി. ഇനി എന്നാണ് സരസ്വതി സമ്മാനം അവസാനമായി നൽകിയത്? സരസ്വതി സമ്മാനം അവസാനമായി നൽകിയത് 2023. 2023 അത് ലഭിച്ചത് ഒരു മലയാളിക്കാണ്. ആർക്കാണ് ലഭിച്ചത്? 2023 സരസ്വതി സമ്മാനം പ്രഭാവർമ്മ. പ്രഭാവർമ്മ. 2023 സരസ്വതി സമ്മാനം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. ഏതാണ് കൃതി? രൗദ്രസാത്വികം. രൗദ്രസാത്വികം.
രൗദ്രസാത്വികം എന്ന നോവലിനാണ് പ്രഭാവർമ്മയ്ക്ക് 2023 സരസ്വതി സമ്മാനം ലഭിക്കുന്നത്. അപ്പൊ ഇത്രയും മലയാളികൾക്കാണ് ഇതുവരെ എന്ത് കിട്ടിയിട്ടുള്ളത്? സരസ്വതി സമ്മാനം ലഭിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2022 സരസ്വതി സമ്മാനം ആർക്കാണ് ലഭിച്ചത്? 2022 ശിവശങ്കരി, തമിഴ് എഴുത്തുകാരിയായ ശിവശങ്കരിക്കാണ് 2022 എന്ത് കിട്ടുന്നത്? സരസ്വതി സമ്മാനം ലഭിക്കുന്നത്. കൃതി ചോദിക്കുകയാണെങ്കിൽ സൂര്യവംശം എന്ന ഓർമ്മക്കുറിപ്പിനാണ് ശിവശങ്കരിക്ക് 2022 എന്ത് കിട്ടുന്നത്? സരസ്വതി സമ്മാനം ലഭിക്കുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാര തുക ഉള്ള അവാർഡ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? സരസ്വതി സമ്മാനായിരുന്നു. അവാർഡ് തുക 15 ലക്ഷം രൂപ. പിന്നെ പറഞ്ഞത് അത് നൽകി തുടങ്ങിയ വർഷം 1991 പറഞ്ഞു. 22 ഔദ്യോഗിക ഭാഷകളിൽ എഴുതപ്പെടുന്ന കൃതികൾക്കാണ് ഇത് നൽകുന്നത്. KK ബിർള ഫൗണ്ടേഷനാണ് ഈ അവാർഡ് നൽകുന്നതെന്ന് പറഞ്ഞു. ഈ സരസ്വതി സമ്മാനം ലഭിച്ച മലയാളികളുടെ എണ്ണം 4 ആദ്യം ലഭിച്ചത് 1995 ബാലാമണിയമ്മ. കൃതി ഏതാണ്? നിവേദ്യം. രണ്ടാമത് ലഭിച്ചത് 2005 ഡോക്ടർ K അയ്യപ്പ പണിക്കരുടെ കൃതികൾ എന്ന കൃതിക്കാണ് ലഭിക്കുന്നത്. മൂന്നാമത് കിട്ടിയത് 2012 സുഗതകുമാരി, കൃതി മണലെഴുത്ത്. നാലാമത് കിട്ടിയത് 2023 ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തതാണ് പ്രഭാവർമ്മ. കിട്ടിയ കൃതി ചോദിച്ചാൽ രൗദ്രസാത്വികം എന്ന നോവലിനാണ്. പിന്നെ 2022 സരസ്വതി സമ്മാനം കിട്ടിയത് ശിവശങ്കരിയാണ്, തമിഴ് എഴുത്തുകാരിയാണ്. അത് അവരുടെ കൃതിയാണ് ഏത്? സൂര്യവംശം. അപ്പൊ ഇതായിരുന്നു ഏത്? സരസ്വതി സമ്മാനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്കി 3 അവാർഡ് കൂടി ഒന്ന് ഓടിച്ചു നോക്കാം. അടുത്ത് നോക്കേണ്ടത് ഏതാണ്? ജ്ഞാനപീഠം അവാർഡാണ്. ജ്ഞാനപീഠം നമുക്കറിയാം സാഹിത്യത്തിനുള്ള ഏറ്റവും പരമോന്നത പുരസ്കാരമാണ് ഏതെന്ന് പറയുന്നത്? ജ്ഞാനപീഠ പുരസ്കാരം എന്നറിയാം. ജ്ഞാനപീഠം ട്രസ്റ്റ് ആണ് എന്ത് നൽകുന്നത്? ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നതെന്നും അറിയാം. ഇനി എന്നാണ് ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത്? ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1961 ഏർപ്പെടുത്തിയത് 1961 എന്നാൽ ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങിയത് ചോദിച്ചാൽ 1965 നൽകി തുടങ്ങിയ വർഷം 1965. ആർക്കാണ് ആദ്യം ലഭിച്ചത്? ജി ശങ്കരക്കുറുപ്പ്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി എന്ന് പറയുന്നത് ജി ശങ്കരക്കുറുപ്പാണ്. അദ്ദേഹത്തിന്റെ കൃതി നമുക്കറിയാം ഏതാണ്? ഓടക്കുഴൽ എന്ന കൃതിക്കാണ് എന്ത് കിട്ടുന്നത്? 1965 ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ഇനി നമുക്ക് അവിടെ നോക്കേണ്ടത് അവസാനമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം കൊടുത്ത വർഷം എന്നാണ്? 2023 അല്ലേ? 2023 അത് എത്രാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ്? 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം. 58ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് 2023 അത് ആർക്കൊക്കെയാണ് ലഭിച്ചത്? 2 വ്യക്തികൾക്കാണ് ലഭിച്ചത് അല്ലേ? അതിൽ ഒന്നാമത്തെ വ്യക്തി ആരാണ്? ഗുൽസാർ. ആരാണ് ഈ ഗുൽസാർ എന്ന് പറയുന്നത്? ഉറുദു കവിയാണ്. ഉറുദു കവിയാണ്. ഇനി രണ്ടാമത്തെ വ്യക്തി ആരാണ്? രാം ഭദ്രാചാര്യ. ഇദ്ദേഹം ആരാണ്? സംസ്കൃത പണ്ഡിതനാണ് അല്ലേ? ഉത്തർപ്രദേശാണ് ഇദ്ദേഹത്തിന്റെ ജന്മദേശം എന്ന് പറയുന്നത്. ഇദ്ദേഹം എന്താണ്? സംസ്കൃത പണ്ഡിതനാണ്. അതുകൂടാതെ ആത്മീയ ആചാര്യൻ കൂടിയാണ്. ഇദ്ദേഹത്തിന് ഭാഷ ചോദിച്ചാൽ ഏതാണ്? സംസ്കൃതമാണ്, സാൻസ്ക്രിറ്റ് ആണ്. സംസ്കൃത പണ്ഡിതനാണ്. ഇങ്ങനെ 2 വ്യക്തികൾക്കാണ് 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ഒന്നാർക്കാണ്? ഗുൽസാർ. അദ്ദേഹം എന്താണെന്ന് ചോദിച്ചാൽ ഉറുദു കവിയാണ് ഗുൽസാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സ്വദേശം ചോദിക്കുകയാണെങ്കിൽ അതേതാണ്? പഞ്ചാബാണ്. ഇന്നത്തെ പാകിസ്ഥാന്റെ ഭാഗത്തുള്ള പഞ്ചാബിലാണ് അദ്ദേഹത്തിന്റെ ജന്മദേശം എന്ന് പറയുന്നത്. രണ്ടാമത്തെ വ്യക്തി പറയുകയാണെങ്കിൽ രാം ഭദ്രാചാര്യാണ്. ഇനി നമുക്ക് ഇവിടെ നോക്കേണ്ടത് ഇവരുടെ 2 പേരുടെയും യഥാർത്ഥ പേരാണ്. ഗുൽസാറിന്റെ യഥാർത്ഥ പേര് എന്താണ്? ഗുൽസാറിന്റെ യഥാർത്ഥ പേര് സംപൂരൻ സിംഗ് കർല. ഗുൽസാറിന്റെ യഥാർത്ഥ പേരാണ് സംപൂരൻ സിംഗ് കർല എന്ന് പറയുന്നത്. നമുക്കറിയാം 2009 ഓസ്കാർ അവാർഡ് ലഭിച്ചത് AR റഹ്മാന് ഓസ്കാർ അവാർഡ് ലഭിച്ച സിനിമ എന്ന് പറയുന്നത് ഏതാണ്? സ്ലം ഡോഗ് മില്യണയർ അല്ലേ? സ്ലം ഡോഗ് മില്യണയർ. അതിലെ പാട്ടാണ് ജയ്ഹോ എന്ന് പറയുന്ന ഗാനം. ജയ്ഹോ എന്ന ഗാനം എഴുതിയ വ്യക്തി പറയുന്നത് ഗുൽസാറാണ്. ജയ്ഹോ എന്ന ഗാനം എഴുതിയത് ഗുൽസാറാണ്. അപ്പൊ AR റഹ്മാനോടൊപ്പം ഓസ്കാർ പങ്കിട്ട കവിയാണ് ആരെന്ന് പറയുന്നത്? ഗുൽസാർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ വ്യക്തി ആരാണ്? രാം ഭദ്രാചാര്യ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ് ഗിരിധർ മിശ്ര. രാം ഭദ്രാചാര്യയുടെ യഥാർത്ഥ പേരാണ് ഗിരിധർ മിശ്ര. അദ്ദേഹം ഒരു ആത്മീയ ആചാര്യനാണ്, ഉത്തർപ്രദേശ് സ്വദേശിയാണ്, സംസ്കൃത പണ്ഡിതനാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ 1-2 പുസ്തകങ്ങളൊന്ന് ഓർമ്മിച്ച് വെക്കുക. ഭാരതമഹിമ, മറ്റൊന്ന് അരുന്ധതി.
ഭാരതമഹിമ, അരുന്ധതി എന്നീ 2 പുസ്തകങ്ങൾ ആരുടേതെന്ന് ചോദിച്ചാൽ രാം ഭദ്രാചാര്യയുടേതാണ്. ഭാരതമഹിമ, അരുന്ധതി എന്നീ 2 പുസ്തകങ്ങൾ രാം ഭദ്രാചാര്യയുടേതാണ്. അതുകൂടാതെ ഇദ്ദേഹം എന്താണ് കുറച്ച് പഠനങ്ങൾ കൂടി നടത്തിയിട്ടുണ്ട്. അതൊന്ന് പറയാം. ഹനുമാൻ ചാലിസ, ഹനുമാൻ ചാലിസ, ഹനുമാൻ ചാലിസ, അഷ്ടാധ്യായി, അഷ്ടാധ്യായി, മറ്റൊന്ന് തുളസീദാസ രാമായണം എന്നിവയ്ക്ക് പഠനം തയ്യാറാക്കി. അതാണ് പ്രശസ്തമായത്. തുളസീദാസ രാമായണം, ഹനുമാൻ ചാലിസ, അഷ്ടാധ്യായി, തുളസീദാസ രാമായണം എന്നിവയ്ക്ക് എന്ത് ചെയ്തു? പഠനം തയ്യാറാക്കിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? രാം ഭദ്രാചാര്യ. അപ്പോൾ ഇങ്ങനെ 2 വ്യക്തികൾക്കാണ് 2023 എന്ത് കിട്ടുന്നത്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2022 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആരാണ്? ആർക്കാണ്? 2022 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ദാമോദർ മൗസോ. ദാമോദർ മൗസോ ആരാണ് അദ്ദേഹം? കൊങ്കിണി സാഹിത്യകാരനാണ് ദാമോദർ മൗസോ, കൊങ്കിണി. ദാമോദർ മൗസോ, കൊങ്കിണി. 2022 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ദാമോദർ മൗസോയ്ക്കാണ്. എന്നാൽ 2021 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2021 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് നീൽമണി ഫൂക്കനാണ്. നീൽമണി ഫൂക്കൻ, നീൽമണി ഫൂക്കൻ ആസാമീസ് കവിയാണ് നീൽമണി ഫൂക്കൻ എന്ന് പറയുന്നത്. നീൽമണി ഫൂക്കൻ ആസാമീസ് കവിയാണ്. അപ്പം ഇങ്ങനെ എന്താണ് അതിന് മുന്നേ ഉള്ള 2 ജ്ഞാനപീഠ പുരസ്കാരമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇവിടെ നമ്മൾ പറയാൻ എന്താണ്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികൾ കൂടി ഒന്ന് നമുക്ക് നോക്കാം. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികൾ എത്ര മലയാളികൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്? 6 മലയാളികൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ നമുക്കറിയാം, ആദ്യം കിട്ടിയത് 1965 ആർക്ക് തന്നെയാണ്? ജി ശങ്കരക്കുറുപ്പിനാണ്. കൃതി എന്ന് പറയുന്നത് ഏതാണ്? ഓടക്കുഴലാണ്. 1965 ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴൽ എന്ന കൃതിക്ക് എന്ത് കിട്ടുന്നു? ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നു. രണ്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളി SK പൊറ്റക്കാടാണ്. 1980 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? SK പൊറ്റക്കാടനാണ്. കൃതി എന്ന് പറയുന്നത് ഏതാണ്? ഒരു ദേശത്തിന്റെ കഥ. കൃതി ഒരു ദേശത്തിന്റെ കഥ. ഇനി മൂന്നാമതായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന മലയാളി തകഴി ശിവശങ്കര പിള്ളയാണ്. തകഴി ശിവശങ്കര പിള്ള. ഏതാണ് വർഷം? 1984. 1984 തകഴിക്കാണ് എന്ത് കിട്ടുന്നത്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ഏതാണ്? കൃതി ഉണ്ടോ? ഇല്ല. സമഗ്ര സംഭാവനയ്ക്കാണ് ലഭിക്കുന്നത്. കാരണം 1982 മുതൽ ജ്ഞാനപീഠം അവാർഡ് കൊടുത്തു തുടങ്ങിയത് ഏതിലാണ്? സമഗ്ര സംഭാവനയ്ക്കാണ്. അതുകൊണ്ട് 84 തകഴിക്ക് ലഭിച്ചപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം എന്തിനു കിട്ടി? സമഗ്ര സംഭാവനയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ 3 പേരെ പറഞ്ഞു. 1965 ജി ശങ്കരക്കുറുപ്പ് ഓടക്കുഴലാണ് കൃതി. 1980 SK പൊറ്റക്കാട് കൃതി എന്ന് പറയുന്നത് ഒരു ദേശത്തിന്റെ കഥ. 1984 തകഴി ശിവശങ്കരപിള്ള സമഗ്ര സംഭാവന. ഇനി അടുത്ത് ലഭിക്കുന്നത് 1995 MT വാസുദേവൻ നായർ. 1995 MT വാസുദേവൻ നായർ. അതും എന്തിനു തന്നെയാണ്? സമഗ്ര സംഭാവനയ്ക്ക് തന്നെയാണ്. പിന്നെ വരുന്നത് 2007 2007 ജ്ഞാനപീഠം അവാർഡ് കിട്ടിയത് ONV കുറുപ്പിനാണ്. 2007 ONV കുറുപ്പ്, അതും സമഗ്ര സംഭാവന. അവസാനം ലഭിക്കുന്നത് 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഇങ്ങനെ 6 പേർക്കാണ് മലയാളത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 അവാർഡുകളാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് സരസ്വതി സമ്മാനാണ്, രണ്ടാമത് പറഞ്ഞത് ജ്ഞാനപീഠ പുരസ്കാരമാണ്. ഇനി അതിലുള്ള 2 ചെറിയ അവാർഡുകളാണ്. ഒന്ന് ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരം നമുക്കറിയാം മലയാളത്തിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് ഏതെന്ന് പറയുന്നത്? എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ തുക നമ്മൾ പറഞ്ഞു എത്രയാണ്? 5 ലക്ഷം രൂപയാണെന്ന് പറഞ്ഞു. എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ തുക 5 ലക്ഷം രൂപ. ഇനി ലേറ്റസ്റ്റ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഈ 2023 എഴുത്തച്ഛൻ പുരസ്കാരം എത്രാമത് പുരസ്കാരം എന്നും ക്വസ്റ്റ്യൻ വരാം. 2023 എഴുത്തച്ഛൻ പുരസ്കാരം 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരം. അത് കിട്ടിയത് ആർക്കാണ്? ഡോക്ടർ SK വസന്തൻ. ഡോക്ടർ SK വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ തൊട്ട് മുന്നത്തെ വർഷം 2022 കിട്ടിയത് ആർക്കാണ്? സേതുവിനാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? P വത്സലയ്ക്കാണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് P വത്സല. ഇനി എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം എന്നാണ്? അത് നമുക്കറിയാം.
1993 എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങുന്നത്. ആദ്യം ലഭിച്ചത് ആർക്കാണ്? ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. പിന്നെ എഴുത്തച്ഛൻ പുരസ്കാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വനിതകളുടെ എണ്ണം എത്രയാണ്? 5 ആണ്. 5 വനിതകൾക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ആർക്കൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യം ബാലാമണിയമ്മ, 2 മാധവിക്കുട്ടി, 3 സുഗതകുമാരി, 4 എം ലീലാവതി, 5 പി വത്സല. ഇങ്ങനെ 5 വനിതകൾക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ത് ചെയ്തിട്ടുണ്ട്? ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം അവസാനമായിട്ട് ലഭിച്ചത് 2023 ഡോക്ടർ SK വസന്തനാണെന്ന് പറഞ്ഞു. ഇനി നമുക്കതിൽ ബാക്കിയുള്ള ഒരു അവാർഡായിരുന്നു ഏത്? വള്ളത്തോൾ അവാർഡ് അല്ലേ? വള്ളത്തോൾ അവാർഡ്. ഈ വള്ളത്തോൾ അവാർഡ് കൊടുത്തു തുടങ്ങിയ വർഷം എന്ന് തന്നെയാണ് 1991 തന്നെയാണ്. വള്ളത്തോൾ അവാർഡ് കൊടുത്തു തുടങ്ങിയ വർഷം 1991 വള്ളത്തോൾ പുരസ്കാരത്തിന്റെ തുക നമ്മൾ പറഞ്ഞു 1,11,111 രൂപയാണ്. ഇനി വള്ളത്തോൾ അവാർഡ് ആദ്യം ലഭിച്ച വ്യക്തി ആരാണ്? വള്ളത്തോൾ അവാർഡ് ആദ്യം ലഭിച്ച വ്യക്തി പാലാ നാരായണൻ നായരാണ്. പാലാ നാരായണൻ നായർ. വള്ളത്തോൾ അവാർഡ് ആദ്യം ലഭിച്ചത് പാലാ നാരായണൻ നായർക്കാണ് 1991. PSC ചോദിച്ച വേറൊരു ചോദ്യം, ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതി ഏതാണ്? പാലാ നാരായണൻ നായരുടെ പ്രധാന കൃതിയാണ് കേരളം വളരുന്നു. കേരളം വളരുന്നു എന്ന കൃതി എഴുതിയതും ആരാണ്? പാലാ നാരായണൻ നായരാണ്. ഇനി വള്ളത്തോൾ അവാർഡ് അവസാനമായി നൽകിയ വർഷം ചോദിച്ചാൽ 2019 2019 വള്ളത്തോൾ അവാർഡ് അവസാനമായിട്ട് നൽകിയത്. അത് ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ സക്കറിയ, പോൾ സക്കറിയയ്ക്കാണ് 2019 അവസാനത്തെ എന്ത് കിട്ടുന്നത്? വള്ളത്തോൾ പുരസ്കാരം ലഭിക്കുന്നത്. എന്നാൽ അതിന് തൊട്ട് മുന്നേ 2018 വള്ളത്തോൾ അവാർഡ് ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ എം മുകുന്ദനാണ്. എം മുകുന്ദൻ. 2018 വള്ളത്തോൾ അവാർഡ് കിട്ടുന്നത് എം മുകുന്ദനാണ്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അതും ഈ പറഞ്ഞ സക്കറിയയ്ക്കാണ്. 2023 മാതൃഭൂമി പുരസ്കാരം ലഭിച്ചതും സക്കറിയയ്ക്കാണ്. അതുകൂടി എന്ത് ചെയ്യുക? ഓർമ്മിച്ച് വയ്ക്കുക. അപ്പം നമ്മൾ കുറച്ച് പ്രീവിയസ് മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നോക്കിയത്. ബാക്കി അടുത്ത മലയാളം ക്ലാസ്സിൽ കാണാം. താങ്ക് യു.